ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. നമുക്കിപ്പം കേണൽ എസ് ഡിന്നി ചേരുകയാണ്. കേണൽ ജയ് ഹിന്ദ്, നമസ്തേ. ജയ് ഹിന്ദ് ശ്രീ പ്രദീപ്, ജയ് ഹിന്ദ് ആൻഡ് നമസ്തേ. ഒരു വലിയ ചതിയുടെ ഓർമ്മ. വിജയ് ദിവസാണ്, ഓപ്പറേഷൻ വിജയാണ്. പക്ഷേ സമാധാനം, ലാഹോറിലേക്ക് പോയി സമാധാനം സ്ഥാപിച്ച അടൽ ബിഹാരി വാജ്പേയി എന്ന വലിയ മനുഷ്യൻ്റെയും ഭാരതം എന്ന സംസ്കാരത്തിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയാതെ, ഒരുപക്ഷെ അവിടുത്തെ പ്രധാനമന്ത്രി പോലും അറിയാതെ പർവേസ് മുഷറഫിൻ്റെ നേതൃത്വത്തിൽ സൈന്യം നടത്തിയ അഭ്യാസം, ശൈത്യകാലത്ത് വിഡ്രോ ചെയ്ത് നിൽക്കുന്നു, ശൈത്യകാലത്ത് ഇത്തരം പ്രവൃത്തികൾ നടത്തില്ല എന്നുള്ള ധാരണയും അന്നത്തെ സമാധാനത്തിൻ്റെ അന്തരീക്ഷവും ലംഘിച്ചുകൊണ്ട് നടത്തിയ കടന്നുകയറ്റം, അതിന് അവർ കൊടുക്കേണ്ടി വന്ന വില വലുതാണ്. പക്ഷേ അവർക്കത് പ്രശ്നമാവില്ല. ഒരു കാര്യവുമില്ലാതെ ഭാരതം ബലി കൊടുത്തത് 527 ധീര സൈനികരുടെ ജീവൻ, 1300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കേണൽ എസ് ഡിന്നി ഇന്ന് ഒരിക്കൽ കൂടി നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നതാണ്. ഇന്ന് മാത്രമല്ല, പുതിയ തലമുറ, അതായത് ഇന്ന് 30 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് ഒരുപക്ഷെ കാർഗിൽ എന്താണെന്നോ അന്നത്തെ സാഹചര്യം എന്താണെന്നോ എന്തുകൊണ്ട് കാർഗിൽ ഉണ്ടായെന്നോ അറിയണം എന്ന് പോലുമില്ല. 26 വർഷം മുമ്പ് നടന്ന ആ കാർഗിൽ കടന്നുകയറ്റത്തെക്കുറിച്ച് 1, 2 അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളിലേക്ക് അത് കഴിഞ്ഞു വരാം. കേണൽ ഡിന്നി. ശ്രീ പ്രദീപ്, ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഇന്ന് കാർഗിൽ വിജയ് ദിവസത്തിൽ ഇപ്പൊ എന്താ കാണുന്ന ലെഫ്റ്റനന്റ് സൗരഭ് കാലിയ പോലുള്ള എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള, ഞാൻ അക്കാഡമി പഠിച്ചപ്പോൾ എന്റെ മുമ്പുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ഓഫീസേഴ്സ്, ജവാൻസ്, ജെസിയോസ് ഉൾപ്പെടെ 527 ആ വീരയോദ്ധാക്കൾക്ക് എന്റെ സല്യൂട്ട് അർപ്പിക്കുകയാണ്. അവരുടെ കുടുംബാംഗങ്ങളെ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നും നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കേരളത്തിൽ മനോഹരമായ ഈ സ്ഥലത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും, നമ്മളെ രാജ്യത്തിന് ഇപ്പോഴും അതിർത്തിയിലും മറ്റു സ്ഥലത്തൊക്കെ കാവൽ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ സൈനികരെയും ഇത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സൈനികരുണ്ടെങ്കിൽ അവരെല്ലാവരെയും, ആ സൈനികരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരെയും കൂടെ ഞാൻ ഓർക്കുകയാണ്. അവർക്കും എന്റെ സല്യൂട്ട്. അതുപോലെ തന്നെ ഇതിനു മുൻപ് ഞാൻ ഉൾപ്പെടെയുള്ള പല പൂർവ്വ സൈനികരുണ്ട്, എന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള പല പൂർവ്വ സൈനികരുണ്ട്. ആ പൂർവ്വ സൈനികരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കൂടെ ഓർക്കുകയാണ്. കാരണം ഈ ഒരു ദിവസം ഇവരെ എല്ലാവരുടെയും കൂടെ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു പരിശ്രമം അല്ലെങ്കിൽ ഒരു ത്യാഗം, അതിന്റെ ഒരു പരിണാമമാണ് നമ്മൾ ഈ വിജയ് ദിവസ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ പ്രദീപ് ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ മൊത്തത്തിൽ ഉള്ള ദേശസ്നേഹികൾ, നിങ്ങളെപ്പോലുള്ള ആളുകളാണ് സത്യത്തിൽ നമ്മളെപ്പോലുള്ള സൈനികരും മുൻ സൈനികർക്കൊക്കെ ഒരു പ്രചോദനം. അതായത് രാജ്യം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു, രാജ്യം നമ്മളെക്കുറിച്ച് ഓർക്കുന്നു, രാജ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ അവർക്കറിയാം, അതിനൊരു വില കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നു ഏതൊരു സൈനികനും പൂർവ്വ സൈനികരെ സംബന്ധിച്ച് വലിയൊരു കാര്യം. അതിന് ഞാൻ എടുത്തു പറയേണ്ടുള്ളത് ജനം ടിവിയുടെ ആണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നതാണ്. എല്ലാ വർഷവും വളരെ ഒരു സിൻസിയർ ആയിട്ട്, ആത്മാർത്ഥതയോടുകൂടി കാർഗിൽ വിജയ് ദിവസം ആഘോഷിക്കുകയും അതിന്റെ എന്താണ് ആ കാർഗിൽ വിജയ് ദിവസം, ശ്രീ പ്രദീപ് പറഞ്ഞ പോലെ ഈ തലമുറ എന്തുകൊണ്ട് അത് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഓരോ വർഷവും കൊണ്ടുവരുന്നത്, അതിന്റെ എന്റെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. സോ ഇതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് ശ്രീ പ്രദീപിന്റെ ചോദ്യം വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. അതായത് ഒരു 26 വർഷം മുമ്പുള്ളതാണ്. അപ്പൊ ഒരു 4 വയസ്സുള്ള കുട്ടി പോലും ഇന്ന് 30 വയസ്സോളം ആവും. അപ്പം അവനോ അല്ലെങ്കിൽ അവക്കോ ഇന്ന് ഈ കാർഗിലിന്റെ പ്രസക്തി എന്താണെന്ന് അവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, അല്ലെങ്കിൽ പലർക്കും അറിയായിരിക്കും, പക്ഷെ പലർക്കും അറിയാത്തവരുണ്ട്. അതിന്റെ ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ രാജ്യത്തിന് നമ്മളെ അയൽക്കാരെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് തെരഞ്ഞെടുക്കാം, നമുക്ക് ഇന്ന ആളുകൾ മാത്രമേ നമ്മൾ അയൽക്കാരായി പാടുള്ളൂ. നമുക്ക് അയൽവാസ് രാജ്യമായിട്ട് അത് വിധിയാണ്, അല്ലെങ്കിൽ അത് ജോഗ്രഫിയാണ്, അതൊരു ഫാക്ട് ആണ്. അങ്ങനെയുള്ള ഒരു അയൽവാസി രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ 1947 നമ്മളെ കൂടെ തന്നെ അവർക്കും ഇൻഡിപെൻഡൻസ് കിട്ടി. അന്ന് തൊട്ട് തുടങ്ങിയ അവരുടെ ഒരു കാര്യമുണ്ട്. അതായത് അവരെന്താണ് അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ, അവരുടെ രാജ്യത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഭാരതത്തിനെ തകർക്കുക എന്നുള്ള ഒരു ഐഡന്റിറ്റിയാണ്. ആ രീതിയിലാണ് അവരുടെ നിലനിൽപ്പ്. കാരണം അല്ലെങ്കിൽ അവരെന്തിനാണ് ഇവിടുന്ന് പോയത്, അല്ലെങ്കിൽ എന്തിനാണ് ആ രാജ്യം ഉണ്ടായത്, അതിനൊരു പ്രസക്തിയുമില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അവിടുത്തെ അതോറിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ ആർമി 1947-48 തൊട്ട് തുടങ്ങിയതാണ്. 1948 ആദ്യമായിട്ട് ജമ്മു കാശ്മീർ ഇതേ ഏരിയയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച് അത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. കാരണം എന്തുകൊണ്ടാണ്? പാകിസ്ഥാൻ എന്ന് പറയുന്നതിനകത്ത് ആ പഞ്ചാബ്, അഫ്ഗാനിസ്ഥാൻ, കെ വരുമ്പോ കശ്മീരാണ്.
അപ്പൊ ആ കശ്മീർ ഇല്ലാതെ എന്ത് പാകിസ്ഥാൻ എന്നുള്ള അവരുടെ ഒരു ബിലീഫ് ഉണ്ട്. അപ്പൊ ആ ബിലീഫിലാണ് അവർ നിരന്തരമായിട്ട് 1948 തൊട്ട് നുഴഞ്ഞു കയറി നേരിട്ടുള്ള യുദ്ധം, നിഴൽ യുദ്ധം, അല്ലാത്ത യുദ്ധം എങ്ങനെയെങ്കിലും അതിനെ പിടിച്ചടക്കണം എന്നുള്ളതാണ്. ഓരോ തവണ അവർ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ തലമുറ മനസ്സിലാക്കേണ്ടുള്ളത്, നമ്മൾ ഇവിടെ വളരെ സേഫ് ആയിട്ട് ഇരിക്കുന്നെങ്കിൽ, നമ്മളെ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ, അങ്ങനെ അല്ല സാഹചര്യം. കാരണം നമ്മളെ തൊട്ട് അയൽവാസമായിട്ടുള്ള ഒരു രാജ്യം പാകിസ്ഥാൻ ഭാരതത്തിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള നിരന്തരമായിട്ടുള്ള കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ആളുകൾ ഇതിനെക്കുറിച്ച് പ്ലാനിങ്ങും ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള രീതിയിൽ അതിന്റെ ഓരോ മാനിഫെസ്റ്റേഷൻസ് ആണ് ഈ പെഹൽഗാം അറ്റാക്ക്, കാർഗിൽ, അതിനു മുൻപുള്ള 1965 യുദ്ധം, 71 അവരെ കയ്യിരിപ്പ് കൊണ്ടാണെങ്കിൽ തന്നെയും അവിടെയും അവർ കശ്മീരിലേക്ക് ഒരു കടന്നുകയറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തി. അപ്പൊ അങ്ങനെ പിന്നെ 1948. അപ്പൊ ഇതേപോലെ ഓരോ പ്രാവശ്യവും അവർ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടുള്ളത്, നമ്മളൊരു സമാധാനമായിട്ടുള്ള ഒരു രാജ്യമാണ്. നമ്മളെ പ്രയോറിറ്റി എന്താണ്? നമ്മളെ പ്രയോറിറ്റി വികസനമാണ്. അതായത് നമ്മളെ പ്രയോറിറ്റി രാജ്യത്തുള്ള എല്ലാവരെയും ഒരുമിച്ച് അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യുക, അതിനു വേണ്ടിയുള്ള ശ്രമമാണ്. അത് ഞാൻ ഒരു നോൺ പാർട്ടി, അതായത് പൊളിറ്റിക്കൽ ആയിട്ട് പറഞ്ഞ ഒരുവിധം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അത് തന്നെയാണ് ഫോളോ ചെയ്തത്. അതായത് നമുക്ക് നമ്മളെ രാജ്യത്തിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിന് പല പ്രധാനമന്ത്രിമാർ വന്ന് അതിന് പല രീതിയിലുള്ള എംഫസിസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പൊതുവെ നമുക്കൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു മാനസിക ശൈലി അല്ല. അതിന്റെ കാരണവും നമ്മുടെ സംസ്കാരമാണ്. നമ്മുടെ സംസ്കാരത്തിൽ ചെന്ന് മറ്റുള്ളവരെ ചെന്ന് ഉദ്ധരിക്കുക എന്നുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമേ അല്ല. നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ മറ്റുള്ളവർ പോയി നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് വളരൂ എന്നൊന്നുമില്ല. നമുക്ക് തന്നെത്താൻ വളരാനുള്ള ശക്തിയുണ്ട്. അത് ആധ്യാത്മിക രംഗത്തുമുണ്ട്, സാമൂഹിക രംഗത്തുമുണ്ട്, രാഷ്ട്രീയ രംഗത്തുമുണ്ട്, സാമ്പത്തികമായിട്ടുള്ള രംഗത്തുമുണ്ട്, എല്ലാ സൈനികമായിട്ടുള്ള രംഗത്തുണ്ട്. ഇതെല്ലാം കൊണ്ട് നമുക്ക് നമ്മളെ സെൽഫ് കോൺഫിഡൻസ് ഒന്നും ഒരിക്കലും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഈ കാർഗിലിന്റെ ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞാൽ, നമ്മളെ നേർക്ക് എപ്പോ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും പാകിസ്ഥാൻ സൈന്യം നമ്മളെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതാണ് ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടുള്ളത്. ദാറ്റ് നമ്മളൊരു വാർ ഇല്ല എന്ന് പറയുമ്പോഴും നമ്മളെ പല സൈനികരും ഇപ്പോഴും കോൺസ്റ്റന്റ് വാറിലാണ്. അതായത് അവരിപ്പോ നോക്കൂ, സിയാച്ചിൻ പോലുള്ള ഒരു പ്രദേശത്ത് അവരുടെ യുദ്ധം അവിടുത്തെ വെതറുമായിട്ടാണ്. ഇപ്പൊ ഞാൻ ഗൽവാൻ അല്ലെങ്കിൽ ലഡാക്ക് ഏരിയയിൽ ഞാൻ അവിടുത്തെ കമാൻഡിങ് ഓഫീസർ ആയിരുന്നു. അവിടെ ഞങ്ങൾ ചൈനീസ് മാത്രമല്ലായിരുന്നു, അവിടെ ചെന്ന് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന തന്നെ അത് വലിയൊരു യുദ്ധമാണ്. കാരണം അത്രമാത്രം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു സ്ഥലമാണ്. അപ്പം എല്ലാ ദിവസവും പല സൈനികരും, അതിനകത്ത് ചിലപ്പോൾ നിങ്ങളെയൊക്കെ കുടുംബാംഗങ്ങൾ കാണും, അല്ലാത്തവർ കാണും, നിങ്ങൾക്ക് അറിയാത്തവർ കാണും, അവര് നിരന്തരമായിട്ട് അവരുടെ ആരോഗ്യവും അവരുടെ യൗവനവും ഇതൊക്കെ കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ചിലർ ചോദിക്കുമ്പോൾ അത് സൈനികരല്ലേ, അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. ശമ്പളം കിട്ടാൻ വേണ്ടിയുള്ള ഒരു സേവനമല്ല സർ, ഇതൊരു പാഷനാണ്, ഇതൊരു വേ ഓഫ് ലൈഫാണ്. ശമ്പളം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ അരശ്യം മറ്റു സ്ഥലത്ത് എത്രയോ രീതിയുണ്ട്. ഇത് ഒരു ഹിന്ദിയിൽ ശ്രീ പ്രദീപിനൊക്കെ അറിയാം, ഒരു ജസ്ബയാണ്, ഒരു പാഷനാണ്. ആ പാഷനാണ് എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ പോയി എനിക്ക് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആളുകൾ, ആൺകുട്ടികളും പെൺകുട്ടികളാണ് പോയി നമ്മളെ രാജ്യത്തിന് വേണ്ടി കാക്കുന്നത്. അവരുടെ ഒരു എക്സാമ്പിൾ ആണ് അവിടെ നമ്മൾ കാർഗിൽ കണ്ടത്. അവരുടെ ത്യാഗമാണ്. അല്ലെങ്കിൽ ഒരു രീതിയിലും പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഒരു കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് ശ്രീ പ്രദീപ് കുറെ ഡിപ്ലോമാറ്റ്സിനെ വിളിച്ചിട്ട് നമ്മളെ DGMO ലെവൽ ഓഫീസേഴ്സ് അവർക്ക് ഇങ്ങനെ ബ്രീഫിംഗ് കൊടുക്കുകയായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ബ്രീഫിംഗ് കൊടുത്ത സമയത്ത് അവർ നോക്കിയപ്പോൾ അവരിങ്ങനെ അത്ഭുതത്തോടെ തോന്നി, എങ്ങനെയാണ് നിങ്ങൾ ഈ 14,000-16,000 അടി ഒരു മലകളിൽ നിങ്ങൾ എങ്ങനെയാണ് മേളിൽ കയറിയിട്ട് ഇതിനെ നിങ്ങൾ അവരെ പിന്തള്ളിയെന്ന്. ഞങ്ങളായിരുന്നെങ്കിൽ അതിനകത്ത് ഒരു വെസ്റ്റേൺ ഡിപ്ലോമാറ്റ് പറയുമായിരുന്നു, ഞാൻ അതിന്റെ പേരെടുക്കുന്നില്ല, കോട്ട് ആൻഡ് കോട്ട് we would have just nuked them. അതായത് നമ്മളായിരുന്നു ജസ്റ്റ് ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടാണ്, കാരണം നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു സേനയാണ് നമ്മുടെ സേന. ആ സേനയെ വേണം നമ്മൾ അഭിമാനം കാണാൻ വേണ്ടി. എപ്പോഴും നമ്മൾ അവരെ കൂടെ നിൽക്കണം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഒരു സൈനികനെ സംബന്ധിച്ചോളം രാഷ്ട്രത്തിലെ ഓരോ പൗരന്മാരും അവന്റെ കൂടെ നിൽക്കുകയാണ് എന്നുള്ളൊരു തോന്നലാണ് ഈ മലയുടെ മുകളിലേക്ക് ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും അവന് തോന്നുന്നത്. ആ തോന്നലാണ് അവന് സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ ഒരു മടിയുമില്ലാതെ എടുത്ത് ആ രീതിയിലേക്കുള്ള ഒരു ത്യാഗം, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള എന്താ പറഞ്ഞ അതൊരു സർവീസ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ത്യാഗം പോലും അവർ കൺസിഡർ ചെയ്യുന്നില്ല.
നമ്മളൊക്കെ സൈനികർ ഒരു സാക്രിഫൈസ് എന്നല്ല, നമ്മളതൊരു സർവീസ് ആണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു സർവീസ് എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഇന്നത്തെ തലമുറ. ദാറ്റ് നമ്മുടെ പീസ്, അതിനൊരു വിലയുണ്ട്. ദർ ഇസ് എ പ്രൈസ് ഫോർ ദ പീസ് വിച്ച് നമ്മൾ ഇന്നിവിടെ ഉള്ളത്. അതിനൊരു വിലയുണ്ട്. ആ വില നമ്മുടെ സൈനികർ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല പൗരന്മാരായിട്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുക, ഗവൺമെന്റിനെ നല്ല കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾ സോഷ്യലി നല്ല കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക്. ഒന്ന്, ഒട്ടനവധി പ്രേക്ഷകർ അങ്ങേക്കും ജനൻ ടി വിക്കും നമ്മുടെ ധീര ദേശാഭിമാനികളായ യുദ്ധ വീരന്മാർക്ക്, നമ്മുടെ ധീര സേനാനികൾക്ക് ആദരം അർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായ RK വൈകുണ്ഠം, സദാനന്ദൻ നെടുതലം, ഉഷ നെല്ലൂർ, പ്രകാശൻ വേലുക്കുട്ടി, മുരളീധരൻ ജി, ശ്രീജിത്ത്, വിജേഷ് ജി, ഇങ്ങനെ ഒട്ടനവധി പ്രേക്ഷകർ, അജിത് ഭാസ്കർ തുടങ്ങിയവർ ആദരം അർപ്പിക്കുന്നു, സല്യൂട്ട് ചെയ്യുന്നു. അങ്ങ് പറഞ്ഞിടത്തേക്ക് തന്നെ ഞാൻ ഒരിക്കൽ കൂടി വരികയാണ്. ആദരവ് എന്താണ്? സൈനികൻ ആരാണ്? സൈനികൻ ചെയ്യുന്ന സേവനം എന്താണ്? ഇതേക്കുറിച്ച് കണ്ടോ കേട്ടോ അറിവില്ലാതെ, അതുമല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാതെ, ഇങ്ങറ്റത്ത് അങ്ങ് പറഞ്ഞ പോലെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട്, ബീച്ചിന് ബീച്ച്, കുന്നിന് കുന്ന്, പുൽത്തകിടിക്ക് പുൽത്തകിടിയും പുഴയ്ക്ക് പുഴയുമുള്ള ഈ മനോഹര ഭൂപ്രദേശത്ത് ഇരുന്നു കൊണ്ട് ഈ അങ്ങ് പറഞ്ഞ പോലെ 16,000, 18,000, 20,000 അടി മുകളിൽ മഞ്ഞിനോടും മലയോടും പൊരുതി, മണലാരണ്യത്തിൽ പൊരുതി, വനങ്ങളിൽ പൊരുതി നിൽക്കുന്ന സൈനികരുടെ വില ഇനിയും നാം തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. ഇവിടെയുള്ള സൈനികർ, പൂർവ്വ സൈനികർ പലരും പറഞ്ഞിട്ടുള്ളതാണ്, ഉത്തരേന്ത്യയിൽ സൈനികനെ വിരമിച്ചു വന്നാലും യുദ്ധം കഴിഞ്ഞെത്തിയാലും അവധിക്ക് വന്നാലും പുഷ്പവൃഷ്ടിയോടുകൂടി ആരതിയൊഴിഞ്ഞ് സ്വീകരിക്കുമെങ്കിൽ ഇവിടെ പുച്ഛമാണ് സർവത്ര. എന്തെന്നറിയാത്ത രീതിയിൽ സ്വയം ഇൻ്റലക്ച്വലായി അഭിനയിച്ചുകൊണ്ട് അവർ കാശ് വാങ്ങിയിട്ടല്ലേ പൊരുതുന്നത്. അവർക്കെന്താ ഇത്ര പ്രത്യേകത? പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഏറ്റവും ഒടുവിൽ ഈ ഗോവിന്ദച്ചാമി എന്ന് വിളിക്കുന്ന ചാർലി തോമസ് പുറത്ത് ചാടിയെടുത്ത് ജയിൽ സമിതിയുടെ, മേൽനോട്ട സമിതിയുടെ അടക്കം വീഴ്ചയുണ്ടായെന്നുള്ള ചോദ്യത്തിന് പ്രമുഖ CPM നേതാവിൻ്റെ മറുപടി നേരെ അവിടേക്കായിരുന്നു. അവിടെ വീഴ്ചയുണ്ടായില്ലേ, അവിടെ അങ്ങനെയുണ്ടായില്ലേ എന്ന്. നേരെ ഇവിടുത്തെ ജയിലിലുണ്ടായ അനാസ്ഥയെ പോലും അവർ താരതമ്യം ചെയ്യുന്നത് ഈ പ്രദേശത്ത്. അങ്ങ് പറഞ്ഞതിന് ഉത്തരം നമുക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ഭാരതത്തെ എടുത്ത് നേരെ കീഴ്മേൽ വയ്ക്കാമായിരുന്നു. ഈ കേരളത്തെ കൊണ്ട് ഈ അതിർത്തി പ്രദേശത്ത് വെച്ചുകൊടുത്ത് 3 മാസം പാർപ്പിച്ചിരുന്നുവെങ്കിൽ ഇതിനൊക്കെ ഒരു പക്ഷേ മറ്റൊരു വാദവുമില്ലാതെ, അങ്ങ് ഈ വെസ്റ്റേൺ ഡിപ്ലോമാറ്റ് പറഞ്ഞതുപോലെ ഒരു ന്യൂക്ക്, വി വുഡ് ഹാവ് ന്യൂക്ക് ദം എന്ന് പറഞ്ഞ പോലെ ഒരൊറ്റ ചികിത്സയായിരുന്നു ഇതിനുള്ളത്. എനിക്കതാ ചോദിക്കാനുള്ളത്. ഈ ഒരു പുച്ഛത്തിൽ നിന്ന് പുതിയ തലമുറ മാറിക്കഴിഞ്ഞു, ഭാരതം മാറുകയാണ്, അതിനൊപ്പം ചിന്താഗതിയും മാറുകയാണ്. മടിച്ച് നിന്നെങ്കിലും കേരളവും മാറുകയാണ്. സൈനികൻ ആരാണെന്നും സൈനികൻ ഭാരതത്തിന് വേണ്ടി, നാടിന് വേണ്ടി ചെയ്യുന്ന എന്താണെന്നും ഇനിയും തിരിച്ചറിയണ്ടേ? തീർച്ചയായിട്ടും ശ്രീ പ്രദീപ്. അതുപോലെ തന്നെ പറഞ്ഞ നമുക്ക് വേണ്ടിയുള്ള വിഷസ് തന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. വളരെ നന്ദി. നിങ്ങളെപ്പോലുള്ള ആളുകളാണ് എപ്പോഴും നമുക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. ശ്രീ പ്രദീപ്, ഒരു കാര്യം ഞാൻ വളരെ അങ്ങ് പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഒരു കാലഘട്ടത്ത് കേരളത്തിൽ വളരെ പുച്ഛമായിരുന്നു സൈനികരെ. അതൊക്കെ അവരൊരു ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു സൈനികരെ വെച്ചിട്ടുള്ളത്. ഒരു കോമാളി ഒരു രീതി, അതൊരു തമാശ, എന്തെങ്കിലുമൊക്കെ വിഡിത്തം പറയുന്ന രീതിയിൽ, അതൊക്കെ അതിനൊരു വലിയൊരു പങ്ക് സിനിമകളിലും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഉള്ള ആ ഒരു ടൈപ്പ് കാസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ചെയ്തു. ഈ സൈനികരെ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇവരെന്താണെന്നുള്ളത്. പിന്നീട് ഇപ്പം പുതിയ തലമുറ, സോഷ്യൽ മീഡിയയുടെ തലമുറ, അതിൽ വലിയൊരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള, അതെനിക്ക് വളരെ ഒരു പോസിറ്റീവായിട്ട് കാണുന്ന, അവരിൽ ഈ ഒരു മാറ്റം കാണും. കാരണം അവർക്കിന്ന് സോഷ്യൽ മീഡിയയിലൂടെ എക്സാക്ട്ലി അറിയാം ഒരു സൈനികൻ എന്താണെന്ന്, ഒരു ഇൻഫൻട്രി ഓഫീസർ എന്താണെന്നും, ഒരു സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസർ എന്താണെന്നും, ഒരു എയർഫോഴ്സ് പൈലറ്റ് എന്താണെന്നും, ഫൈറ്റർ പൈലറ്റ് എന്താണെന്നും, നേവിയിൽ എന്താണെന്നും. ശ്രീ പ്രദീപ്, എനിക്ക് ഒരു നിരന്തരം എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 1-2 കുട്ടികളെങ്കിലും എന്നെ വിളിക്കും, NDAയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടുള്ളത്, നേവിയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടുള്ളത്, ആർമിയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ അത് ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. ആ മാറ്റത്തിന്റെ കാരണം ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ അവയർനെസ് ഉണ്ട്. അതിനകത്ത് മാധ്യമങ്ങളായിട്ടുള്ള, പ്രത്യേകിച്ച് ജനം TV പോലുള്ള TVകൾക്ക് വലിയ റോളുണ്ട്. കാരണം ആ യഥാർത്ഥത്തിലുള്ള എന്താണ് എന്നുള്ള ഒരു കാര്യം ജനങ്ങളിലേക്ക് കൊണ്ടുവരിക. അവിടാണ് എനിക്ക് ആക്ച്വലി ഞാനത് പേരെടുത്ത് തന്നെ പറയണം. ശ്രീ മേജർ രവിയുടെ ഒരു സിനിമ കീർത്തിചക്ര, ആ കീർത്തിചക്ര എന്നുള്ള സിനിമയിൽ വന്ന ഒരു മാറ്റം, അതായത് എക്സാക്ട്ലി എന്താണ് ഒരു കശ്മീരിൽ നടക്കുന്ന ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തപ്പോഴാണ് എന്റെ കൂടെ തന്നെ ഉള്ള പല ബന്ധുക്കൾക്കും മറ്റുവർക്കും മനസ്സിലാവും, നിങ്ങൾ ഇങ്ങനെയാണോ ഓപ്പറേഷൻ ചെയ്തത്, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത്. കാരണം ഒരു സൈനികനെ സംബന്ധിച്ചോളം ഇത് കാണിക്കുന്ന കഥകളിലൊക്കെ പോലെ വലിയ വാചമടിക്കുന്ന ആളുകളൊന്നും അല്ല എല്ലാവരും. അത് വളരെ സൈലന്റ് ആയിട്ട്
അവര് പുറത്തിറങ്ങിയാൽ പോലും ആരും വലിയ രീതിയിൽ ഞാൻ സൈനികനാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നൊന്നും പറയാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് പൊതുവെ. ചിലപ്പോൾ കുറച്ചു പേര് കാണും സംസാരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ പറയുന്നത്. പക്ഷെ ഒരു പൊതുവെ ഉള്ള ആളുകൾ അവരവർ സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തിക്കുന്നതാണ്. അവരെ ഏത് മേഖലയിൽ വിട്ടാലും അവരവിടെ നന്നായിട്ട് ചെയ്യും. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം അവരുടെ കരുത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഡിസിപ്ലിനും അവർ ഓർഗനൈസേഷനിൽ നിന്ന് പഠിച്ച ടീം സ്പിരിറ്റും അവരുടെ ആ ഒരു പാഷൻ ഉണ്ടല്ലോ, ഒരു നമ്മൾ ചെയ്യുന്ന കാര്യം എന്തിനു വേണ്ടിയാണ്, ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എനിക്ക് പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല, എനിക്ക് ഇതെന്റെ രാജ്യത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു കോർ ബിലീഫ് ഉണ്ട്. അത് അവർ ഏതൊരു മേഖല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം കാണുന്ന ഏത് ഒരു ജവാൻ ആയിട്ട് വന്നിട്ടുള്ള ആളുകൾ പോലും എത്ര ഭംഗിയായിട്ടാണ് അവർ ഓരോ വലിയ വലിയ സ്ഥാപനങ്ങളിൽ നടത്തുക. കാരണം എനിക്ക് വലിയ അതിശയമൊന്നുമില്ല, കാരണം അവരെല്ലാം കാപ്പബിലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ആ രീതിയിലുള്ള ഒരു മാറ്റം നമ്മളിപ്പോ കാണുന്നുണ്ട് ഡെഫിനറ്റ്ലി. പിന്നെ കേരളത്തില് അതിന്റെ ഒരു പഴയ കാലത്ത് എന്തുകൊണ്ട് ആ ഒരു ഫീലിംഗ് വന്നില്ല എന്നുള്ളതിന്റെ കാരണം, കേരളം ഈ ജോഗ്രഫി കാരണം ഒരിക്കലും യുദ്ധം കണ്ടിട്ടില്ല. യുദ്ധം കണ്ടിട്ടുള്ള സ്റ്റേറ്റ്സ്, പ്രത്യേകിച്ച് രാജസ്ഥാൻ, പഞ്ചാബ്, ഈ പ്രദേശങ്ങൾ, അവർ യുദ്ധം നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എക്സാക്ട്ലി അറിയാം ഒരു സൈന്യം എന്താണെന്ന്. അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർ വന്ന് നമ്മളെ ഇപ്പൊ ടെന്റ് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ വന്ന് നമ്മളെ ടെന്റ് അടിച്ച് അവരെ ഹെൽപ്പ് ചെയ്യും. ഫുഡ് കൊണ്ടുവരും, പാല് കൊണ്ടുവരും, അങ്ങനത്തെ ഉള്ള. കാരണം ഒരു യുദ്ധം വരുമ്പം ഈ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള അവസാനത്തെ ആളുകൾ സൈന്യമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവരുടെ തന്നെ കുടുംബങ്ങൾ അവിടെ സൈന്യത്തിലുണ്ട്. അപ്പം ഇന്ന് സമയം മാറുന്നുണ്ട്, കാലം മാറിയ അനുസരിച്ച് കേരളത്തിലും ആ മാറ്റമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, സൈന്യം എന്ന് പറയുമ്പം ശ്രീ പ്രദീപ് ദേശീയതയുടെ ഒരു പ്രതീകമാണ്, അത് സിമ്പിൾ ഓഫ് നാഷണലിസം ആണ്. അപ്പൊ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തില് ദേശീയതമായിട്ട് നിൽക്കുന്ന ഏതൊരു കാര്യത്തിനെയും തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടെന്ന് അറിയാമല്ലോ. ആ ലക്ഷ്യത്തിന്റെ ഭാഗത്തുകൂടി ആണ് ഒരു സൈന്യത്തിന് ഒന്ന് ആ പണ്ട കാലത്ത് ഒന്ന് നെഗറ്റീവായിട്ട് ഹൈലൈറ്റ് ചെയ്യുക, യുദ്ധം വേണ്ട എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ഒരു വലിയൊരു ഗ്രൂപ്പ് നടക്കുന്ന അവർക്കൊക്കെ ഒരു സൈന്യം എന്ന് പറയുമ്പോൾ അവർക്ക് പുച്ഛമാണ്. യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് സൈന്യം എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ സൈന്യം എത്രമാത്രം ശക്തിശാലിയാണോ അത്രമാത്രം യുദ്ധം ഉണ്ടാവത്തില്ല. ഒരു സൈനികൻ ഏറ്റവും അവസാനം ആഗ്രഹിക്കുന്ന കാര്യമാണ് യുദ്ധം, അല്ലാതെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് എടുത്ത് ചാടാൻ യുദ്ധത്തിലേക്ക് പോകാനല്ല. കാരണം യുദ്ധത്തിന്റെ ആ ഒരു മുഖം, ഏറ്റവും ഭയാനകമായിട്ടുള്ള മുഖം, ഏറ്റവും എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കാമെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകൾ സൈനികരാണ്. അപ്പൊ ഒരിക്കലും ഒരു സൈനികൻ ഒരു യുദ്ധപ്രേമിയല്ല, അതായത് നമ്മൾ ഒരു യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ മോഹിച്ച് നടക്കുന്നവരല്ല. പക്ഷെ യുദ്ധം നടക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ ഒന്നും തടയാൻ സാധിക്കില്ല. നമ്മൾ എന്ത് വില കൊടുത്താലും നമ്മളെ രാജ്യത്തിന് വേണ്ടി കാക്കും, നമ്മളെ രാജ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അതിനൊരു മാറ്റമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ശ്രീ പ്രദീപ് ഓൺ എ പോസിറ്റീവ് നോട്ട്, ഇനി പുതിയ കാലഘട്ടത്തിലേക്ക്, വർത്തമാനത്തിലേക്ക് വരുമ്പോൾ മതിയായിട്ടില്ല പാകിസ്ഥാന്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുമ്പ് സംസാരിച്ച ചിലരും പറഞ്ഞു നമ്മൾ സമാധാന പ്രേമികളാണ്, യുദ്ധക്കൊതിയന്മാരല്ല. അതുകൊണ്ട് മാത്രം, അതല്ലെങ്കിൽ ഒന്നിലധികം തവണ ഒന്നുകിൽ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ, അതല്ലെങ്കിൽ പാകിസ്ഥാനെ നിഷ്പ്രയാസം ഒരു പൂവ് നുള്ളിയെടുക്കുന്നത് പോലെ എടുത്ത് ഭാരതത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള മുന്നേറ്റം ഒന്നിലധികം തവണ ഭാരത സൈനിക വിഭാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നത്തെ വിവിധ കാരണങ്ങൾ കൊണ്ട് അന്നത് പകുതി വഴി വെച്ച് തടയുകയായിരുന്നു. ഇപ്പോഴും പക്ഷേ പാകിസ്ഥാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നാം പഹൽഗാമിൽ കണ്ടത്. അതിന് കിട്ടിയ തിരിച്ചടിയിൽ നിന്ന് ഇനിയും പാകിസ്ഥാൻ മുക്തി നേടിയിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പക്ഷേ നാം കരുതിയിരിക്കണം എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്ദേശം. കാലം ഇത്ര മാറിയിട്ടും, മാർഗങ്ങൾ ഒരുപാട് മാറിയിട്ടും, ശിഖണ്ഡികളെ പോലും ഉപയോഗിച്ച് ഇന്നും ഭാരതത്തെ ടാർഗറ്റ് ചെയ്യാനുള്ള പാകിസ്ഥാൻ്റെ ഈ നീക്കം, ഈ വ്യാമോഹം. നമ്മളിപ്പോ ജസ്റ്റ് ഒരു അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ 1999 കാർഗിൽ യുദ്ധം നടന്നത്. ആ സമയത്ത് ഭാരതം എവിടായിരുന്നു, പാകിസ്ഥാൻ എവിടായിരുന്നു എന്നൊന്നും ഒന്ന് നോക്കുക. നമ്മൾ അത്ര ഒരു വലിയൊരു എക്കണോമിക് ആയിട്ടുള്ള ഒരു വലിയൊരു ഡിഫറൻസ് ഇല്ല. നമ്മൾ ശരിയാണ് 92 തൊട്ട് എക്കണോമിക് റിഫോംസ് ഒക്കെ വന്ന സമയത്ത് 99 ആയപ്പോൾ നമ്മൾ ഒരു മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇന്ന് നോക്കൂ, 26 വർഷം കഴിഞ്ഞപ്പം ഭാരതം എവിടാണ്, പാകിസ്ഥാൻ എവിടാണ്? ഭാരതത്തിന്റെ സ്ഥാനം ഇന്നിപ്പോ നോക്കൂ, 2 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് പ്രധാനമന്ത്രി എത്തിയതേ ഉള്ളൂ. ഭാരതം ഇന്ന് ഏറ്റവും ലോകത്തെ ടോപ്പ് 5 എക്കോണമിയിൽ ഒരെണ്ണമാണ്. പാകിസ്ഥാന്റെ അവസ്ഥ നോക്കൂ, അവരുടെ 1.5 മാസം പോലും അവരുടെ ആ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇല്ല. മറ്റ് രാജ്യങ്ങളുടെ സഹായമില്ലാതെ പാകിസ്ഥാന് നിലനിൽപ്പില്ല. ബംഗ്ലാദേശ് എന്ന പോലെ രാജ്യം പോലും അവരെ കാട്ടിയും എക്കോണമിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇതാണ് അവരുടെ അവസ്ഥ. എന്താണ് കാരണം അവര് വിചാരിച്ചു ഈ ഭീകരവാദം അല്ലെങ്കിൽ തീവ്രവാദത്തിനെ
അവർ വളർത്തി അവർ അഫ്ഗാനിസ്ഥാനിലോട്ടും പാകിസ്ഥാനിലും ഭാരതത്തിലോട്ടും ലോകത്തുള്ള എല്ലാ സ്ഥലത്തും അയക്കുമ്പം അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വലിയ നേട്ടം കിട്ടും എന്ന് വിചാരിച്ചു. പക്ഷെ ഇതേ പാമ്പ് അല്ലെങ്കിൽ ഇതേ ഭീകരവാദികൾ അവരെ തന്നെ തിരിച്ചു കടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഓൺ എ ഡെയിലി ബേസിസ്, ശ്രീ പ്രദീപ്, ഓൺ എ ഡെയിലി ബേസിസ് 7 പാകിസ്ഥാനികൾ അവിടുത്തെ ബോംബിലും ബലൂചിസ്ഥാൻ ഫൈറ്റേഴ്സ് ആയാലും ശരി, പഷ്തൂണിലെ ഭീകരവാദികളായാലും ശരി, മറ്റ് ഏരിയയിൽ നിന്ന് കാരണം അവരവിടെ മരണപ്പെടുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഈ ഷോയുടെ ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യം, ഭാരതത്തിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത് ഒരു ഐഡിയോളജി വെച്ച് നീങ്ങുന്ന പാകിസ്ഥാൻ സൈന്യത്തിനെ സംബന്ധിച്ചോളം അതൊന്നും ഒരു പ്രശ്നമല്ല. അവര് നിരന്തരമായിട്ട് പട്ടിണി കിടന്നാലും വേണ്ടിയില്ല, ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും, ഞങ്ങൾ പുല്ല് കഴിച്ചാലും വേണ്ടിയില്ല, ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്ര തലവന്മാരുള്ള രാജ്യമാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു കാര്യം അവർ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്തുകൊണ്ടിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം നമ്മൾ പറയുന്നത് നമുക്ക് അവിടെ യുദ്ധത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ലോകത്ത് ഭാരതത്തിന്റെ യഥാർത്ഥ അർഹതപ്പെട്ട സ്ഥാനം എവിടാണോ അവിടെ എത്തുക എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ്? അതൊരു ഗ്ലാമറിന് വേണ്ടിയല്ല. അത് ചെയ്യുമ്പം നമ്മളെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവർ, നമ്മളെ എല്ലാ നാട്ടുകാരും അവരുടെ ജീവിതത്തിലും മാറ്റം വരും. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് പാകിസ്ഥാൻ ഇതേപോലെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല മറുപടി കൊടുക്കാൻ നമുക്ക് 99 സാധിച്ചിട്ടുണ്ട്, 2015 സാധിച്ചിട്ടുണ്ട്, 2019 സാധിച്ചിട്ടുണ്ട്, 2025 സാധിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് അഭിമാനം, മറുഭാഗത്ത് വേദന. ആ കുടുംബങ്ങളെ ഓർത്ത്, ഉറ്റവരെ ഓർത്ത്, രാജ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ തിരിച്ചു വരും എന്ന് യാതൊരു ഉറപ്പും നൽകാതെ ആ തിരിച്ചറിവോടുകൂടി യുദ്ധമുഖത്തേക്ക് അതല്ലെങ്കിൽ അതിർത്തിയിലേക്ക് പോകുന്ന ഓരോ സൈനികൻ്റെയും ഓരോ ഓഫീസറുടെയും കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ കൂടി അവരുടെ ഒരു മടിയും കൂടാതെ ആ ത്യാഗത്തിൽ ഒപ്പം നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ കൂടി തലകുനിക്കേണ്ട, ആദരവർപ്പിക്കേണ്ട, നമിക്കേണ്ട, സല്യൂട്ട് ചെയ്യേണ്ട ദിവസം കൂടിയാണെന്ന് അല്ലേ? തീർച്ചയായിട്ടും ശ്രീ പ്രദീപ്, അതിനകത്ത് ഒരു സംശയമില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സൈനികന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ബാക്കിംഗ് ഇല്ലാതെ ഒരിക്കലും ഒരു സൈനികന് ഒരു ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പം അത് അവനെ വളർത്തിയ അച്ഛനമ്മ തൊട്ട് അവന്റെ വൈഫ്, കുട്ടികൾ, സഹോദരന്മാര്, ഇവരെല്ലാവരും, കൂട്ടുകാര്, വീട്ടുകാര്, പിന്നെ അവിടുത്തെ സ്വന്തം ഗ്രാമത്തിലെ പ്രദേശങ്ങൾ, അങ്ങനെ വലിയൊരു കുടുംബമാണ് മൊത്തം രാഷ്ട്രം. അപ്പൊ ആ കുടുംബാംഗങ്ങളുടെ വലിയൊരു റോൾ ഉണ്ട്. കാരണം ഒരു സൈനികൻ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി അർപ്പിക്കുമ്പം അത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ മൊത്തം മുന്നോട്ട് പോകുന്നത് ആ കുടുംബമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു വെല്ലുവിളിയാണ്, വലിയൊരു ഒരു എന്താ പറഞ്ഞ ഒരു വിഷമം നിറഞ്ഞ കുറെ ദിവസങ്ങളിൽ കൂടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ ദിവസവും അവരുടെ ഓർമ്മകൾ അവരുടെ കൂടെ. ഞാൻ തന്നെ എത്രയോ കുടുംബങ്ങൾ എനിക്ക് നേരിട്ട് അറിയാവുന്നുണ്ട്. അവരിന്നും അതിൽ നിന്നും ആ ഷോക്കിൽ നിന്നും ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മളെ കടമ എന്താണ്? നമ്മുടെ സമൂഹത്തിന്റെ കടമയാണ് അവരെ നോക്കുക, അല്ലെങ്കിൽ അവരെ കുറിച്ചൊന്ന് അന്വേഷിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും അത് നടക്കുന്നില്ല എന്ന് ഞാൻ എടുത്തു പറയേണ്ടിയിരിക്കും. കാരണം പലപ്പോഴും അവരുടെ പെൻഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആയാലും ശരി, അവരുടെ മറ്റ് ഇപ്പൊ ലീഗലായിട്ടും അല്ലെങ്കിൽ മറ്റ് കോടതി കേസോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. കഴിയുന്നതും നമ്മളൊക്കെ അതിനകത്ത് ഇടപെട്ട് നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. പക്ഷെ ഓരോ പൗരന്മാരും അവരവരുടെ ഗ്രാമത്തിൽ, അവരവരുടെ ഏരിയയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വോളണ്ടിയറായി ചെന്ന് ആ അച്ഛൻ അല്ലെങ്കിൽ ആ അമ്മ അല്ലെങ്കിൽ ആ സഹോദരിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ കാണിക്കണം. അതാണ് നമ്മളെ സംബന്ധിച്ചോളം ഈ സൈനികർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്മളുടെ ഒരു സല്യൂട്ട് എന്നോ അല്ലെങ്കിൽ നമ്മളൊരു ആദരവെന്ന് പറഞ്ഞാൽ, ആ സൈനിക കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഏറ്റവും വലിയൊരു ആദരവ് നിങ്ങൾക്ക്. ആ സൈനികർ, ആ 527 സൈനികരും അതിനു മുൻപും എത്രയോ സൈനികർ, നമ്മളിപ്പോ നാഷണൽ വാർ മെമ്മോറിയൽ കണ്ടു. അത് തന്നെ നമുക്കറിയാം എത്ര പാടുപെട്ടാണ് ആ നാഷണൽ വാർ മെമ്മോറിയൽ വന്നത്. പണ്ട് നമുക്ക് നാഷണൽ വാർ മെമ്മോറിയൽ ഇല്ലായിരുന്നു. ഇന്നത്തെ സംസ്ഥാന BJP പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെയൊക്കെ എത്രയോ വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഒരു നാഷണൽ വാർ മെമ്മോറിയൽ എങ്കിലും അവിടെ കാണാൻ സാധിച്ചത്. അതിനകത്ത് എല്ലാവരുടെയും പേരുകളുണ്ട്, എന്റെ ബറ്റാലിയനിലെ ഓഫീസേഴ്സും ജവാൻസിന്റെയും പേരിലും അതുപോലെ എത്ര പേരുടെ. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരു ആദരവ് നിങ്ങൾക്ക് നൽകാൻ മനസ്സിലൊരിതുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു പൂർവ്വ സൈനികർ അല്ലെങ്കിൽ പൂർവ്വ സൈനികരുടെ കുടുംബം, അച്ഛൻ, അമ്മ,
ആ സഹോദരി കുട്ടികൾ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം, അതായത് അവർക്ക് സാമ്പത്തികമായിട്ടോ മറ്റു കാര്യങ്ങളല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഇരിക്കുകയാണ്, അവിടെ ഒരു മുൻ സൈനികർ അല്ലെങ്കിൽ ഒരു സൈനിക കുടുംബമാണ് വരുന്നത്, ഒരു ചെറിയൊരു പരിഗണന, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, ഇത് മാത്രം മതി. ഇതിലപ്പുറം വേറെ ഒന്നുമില്ല. അതാണ് ശ്രീ പ്രദീപ് എനിക്ക് തോന്നുന്നു നമ്മൾ സൈനികരെ സംബന്ധിച്ചോളം, പൂർവ്വ സൈനികരെ സംബന്ധിച്ചോളം, ഈ യോദ്ധാക്കൾ, നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യോദ്ധാക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ആദരവായിട്ട് ഞാൻ പറയും. ഒപ്പം തന്നെ കേണൽ എസ് ഡിന്നി 1971 എവിടേക്കെന്നില്ലാതെ പോയ 54 പ്രിസണേഴ്സ് ഓഫ് വാർ അഥവാ യുദ്ധത്തടവുകാർ, യുദ്ധം അവസാനിച്ചിട്ടും സമാധാന ഉടമ്പടി നിലവിൽ വന്നിട്ടും ഭാരതത്തിലേക്ക് മടക്കി അയക്കാത്ത 54 പേർ, അവരുടെ കുടുംബങ്ങൾ, അവരെ സംബന്ധിച്ച് യുദ്ധം കഴിഞ്ഞിട്ടില്ല, അവരുടെ കാത്തിരിപ്പ് കഴിഞ്ഞിട്ടില്ല, കാലത്തിൻ്റെയും ലോജിക്കിൻ്റെയും കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി മടങ്ങി വരില്ല എന്നും അറിയാം. അവരെ കൂടി, അവരുടെ ആ കുടുംബങ്ങളെ കൂടി ഈ ദിവസത്തിൽ നമുക്ക് അനുസ്മരിക്കാം. കേണൽ ജിന്നി. തീർച്ചയായിട്ടും ശ്രീ പ്രദീപ്, അതിനകത്തൊരു സംശയം, അതെനിക്ക് തോന്നുന്നു നമ്മളെ ഒരു കളക്റ്റീവ് ഫെയിലിയർ ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു കളക്റ്റീവ്, നമ്മുടെ രാജ്യത്തിൽ ഒരു കളക്റ്റീവ് ഫെയിലിയർ തന്നെയാണ്. അതായത് നമ്മളെ സൈനികർ, 54ഓളം സൈനികർ, അതിനകത്ത് പലരും മരിച്ചു പോയിട്ടുണ്ട് എന്നാണ് പിന്നീട് നമ്മൾ അറിയുന്നത്. പക്ഷെ എന്നിരുന്നാലും അവര് പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഇരുന്നിട്ട് നമുക്ക് അവരെ മോചിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പം അത് വലിയൊരു ഞാനൊരു ഫെയിലിയർ ആയിട്ടാണ് കാണുന്നത്. കാരണം 1971 യുദ്ധം കഴിഞ്ഞ് നമുക്ക് 93,000 പ്രിസണേഴ്സ് നമ്മളെ കയ്യിലുണ്ടായിരുന്നു, പാകിസ്ഥാന്റെ പ്രിസണേഴ്സ് നമ്മളെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഈ സൈനികർ, അതിനകത്ത് പലരും പൈലറ്റ്സ് ആണ്, അവര് ഫ്ലൈ ചെയ്ത് അവരുടെ എയർക്രാഫ്റ്റ് ക്രാഷ് ആവുന്നത് പാകിസ്ഥാനിലാകുമ്പോൾ അവരെ കൊണ്ടുപോയതാണ്. അവരൊക്കെ ബ്രില്യന്റ് ആയിട്ടുള്ള ആളുകളാണ്, എത്രയോ സൈനികർ, എത്രയോ പേര്. പിന്നീട് പലപ്പോഴും അവരുടെ അമ്മമാരും അച്ഛനൊക്കെ അവിടെ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ നമുക്കറിയാം ഒരിക്കലും പാകിസ്ഥാൻ അതിനെ ഫേക്ക് ആയിട്ടുള്ള രജിസ്റ്റർ കാണിക്കും, ഇവിടെ ആരും ഇല്ല എന്ന് കാണിക്കും. പക്ഷെ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഉള്ള ആളുകൾ എത്രയോ പ്രാവശ്യം പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജയിലിൽ കിടന്ന ആളുകൾ, എന്റെ തൊട്ടപ്പുറത്തെ സെല്ലിൽ ഞാൻ രാത്രി മൊത്തം കരച്ചിൽ കേൾക്കുമായിരുന്നു, ഇത് ഭാരതത്തിന്റെ എന്താ പറഞ്ഞ പബ്ലിഷ് ചെയ്യാത്ത പ്രിസണേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അത് 1971 തൊട്ടുള്ള ഒരു ഫെയിലിയർ ആയിട്ട് തന്നെയാണ്, അതിനകത്ത് നമുക്ക് യാതൊരു സംശയമില്ല. പക്ഷെ ഒരു സൈനികൻ എന്ന നിലയിൽ ഇതൊക്കെ നമ്മൾ സൈന്യത്തിന് ജോയിൻ ചെയ്യുമ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. കാരണം നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നാളെ ശത്രു രാജ്യം നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ, നമ്മളെ പ്രിസണർ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്തൊക്കെ പറയണം, എന്തൊക്കെ പറഞ്ഞുകൂടാ, എങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത്, ഇതെല്ലാം നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സൈനികനെ സംബന്ധിച്ചോളം ഡെഫിനറ്റ്ലി നമ്മൾ പ്രിപ്പയർഡ് ആണ്. പക്ഷെ ആ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചോളം ഇത്ര വർഷങ്ങളായിട്ട്, ഇപ്പൊ അവരുടെ അച്ഛനും അമ്മയൊക്കെ പലരും മരിച്ചുപോയി, പലരും വളരെ വയസ്സായിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു പങ്ക് അവർ ഈ കുട്ടി, എന്റെ മോൻ തിരിച്ചു വരും എന്നുള്ള ഒരു ആശയിലാണ് ജീവിച്ചത്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ, ഞാൻ ആ ഒരു ഗവൺമെന്റിന്റെ ഇന്നത്തെ ദിവസം എടുത്ത് അങ്ങനെ ഒരു പേരെടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അതൊരു ഫെയിലിയർ ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ശ്രീ പ്രദീപ്.